ഇന്നത്തെ റിവ്യൂലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വാലന്റൈൻസ് ഡേ ആയിട്ട് ശ്രുതിയോട് സ്നേഹം തുറന്നു പറയാമെന്നാണ് അശ്വിൻ കരുതിയത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ട് ശ്രുതി തന്നെ അശ്വിൻ്റെ മുൻ കാമുകിയെ വീട്ടിലോട്ട് വിളിച്ചു കൊണ്ടുവരികയാണ്. ഒരു ആക്സിഡൻറ്റിൽ അവൾ മരിച്ചു എന്നാണ് അശ്വിൻ കരുതിയിരുന്നത്. എന്നാൽ ജീവനോടുകൂടി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അശ്വിൻ ഒന്ന് പതറുന്നുണ്ട്. അശ്വിൻ അങ്ങനെ മധുമിതയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. നിന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നീ എന്തുകൊണ്ടാ എന്നെ ഒന്ന് വന്ന് കാണാതിരുന്നത്? അശ്വിൻ, അത് പിന്നെ നീ ഒരുപാട് സന്തോഷത്തിലാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാ ഞാനായിട്ട് നിന്റെ ജീവിതം തകർക്കാനായിട്ട് ജീവിതത്തിലോട്ട് വരുന്നില്ല എന്ന് കരുതിയത്. നീ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞാൽ ഒരിക്കലും ഞാൻ ശ്രുതിയുടെ കഴുത്തിൽ. അപ്പോഴേക്കും അശ്വിൻ ശ്രുതിയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് നിന്നാണല്ലോ ഞാനിത് പറയുന്നതെന്ന് ഓർത്ത് പിന്നൊന്നും മിണ്ടാതെ നിൽക്കുവാണ് അശ്വിൻ. അശ്വിൻ, ഇപ്പോഴും ഞാൻ നിന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ടല്ല ഇങ്ങോട്ട് വന്നത്. നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വന്ന് കാണാറുണ്ട്. പക്ഷേ നീ എന്നെ കാണാറില്ല എന്ന് മാത്രം. ഇപ്പം തന്നെ ശ്രുതിയാ എന്നെ നിർബന്ധം പിടിച്ച് ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നത്. ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കാനായിട്ട് നിന്റെ അടുത്തോട്ട് വരില്ല എന്നും പറഞ്ഞ് മധു അവിടെ നിന്ന് ഇറങ്ങുവാണ്. അപ്പോഴേക്കും ശ്രുതി അശ്വിനെ തള്ളി മാറ്റി മധുവിൻ്റെ കൈ പിടിച്ച് തിരികെ കൊണ്ടുവരാ. മധു, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. നീ എങ്ങോട്ടും പോകണ്ട. ഞങ്ങളുടെ കൂടെ ഇവിടെ താമസിച്ചാൽ മതി. അശ്വിൻ്റെ മുഖത്തോട്ട് മധു നോക്കുന്നുണ്ട്. അശ്വിൻ സാറേ, പറ, മധുവിനോട് ഇവിടെ നിന്നാ മതിയെന്ന് പറ. അശ്വിൻ ഒന്നും പറയാതെ അവിടെ നിന്ന് സങ്കടത്തോടു കൂടി പോകുന്നുണ്ട്. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ എന്ന് പ്രീതി ചോദിക്കുന്നുണ്ട്. ചേച്ചി, ഇതെന്റെ തീരുമാനാ. മുത്തശ്ശി മധുവിനോട് പറയുന്നുണ്ട്. മോളെ, നീ ഈ വീട്ടിലെ കുട്ടി തന്നെയാ. നിന്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട്. കൈവിടാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളുടെ മറ്റു വീട് ഒഴിഞ്ഞു കിടക്കുക. മോളെന്തായാലും അവിടെ പോയി താമസിച്ചോ. ഇത് കേൾക്കുന്നതും ശ്രുതി പറയുന്നുണ്ട്. എന്താ മുത്തശ്ശി, മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോൾ മധുവിനെ മാത്രം എന്തിനാ മറ്റു വീട്ടിൽ പോയി താമസിപ്പിക്കുന്നേ? അവൾ ഇവിടെ എൻ്റെ കൂടെ നിന്നോട്ടെ. മോഹനൻ ശ്രുതിയോട് പറയുന്നുണ്ട്. മോളെ, നീ ഇപ്പം എടുക്കുന്ന തീരുമാനം അത് തെറ്റാ. അത് നിനക്ക് ഇപ്പം മനസ്സിലാവില്ല. പ്രീതിയും പറയുന്നുണ്ട്. ശ്രുതി, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. എന്താ ചേച്ചി അങ്ങനെ സംസാരിക്കുന്നേ? എന്തായാലും അശ്വിൻ സ്നേഹിച്ച കുട്ടിയാ മധു. അവർ തമ്മിൽ ഇവിടെ ഒരുമിച്ച് നിൽക്കുന്നത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. അതൊക്കെ ചേച്ചിക്ക് തോന്നുന്നതാ. എന്തായാലും മധുവിന് നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കുന്നത് വരെ അവൾ ഇവിടെ നിൽക്കുന്നതാ നല്ലത്. അങ്ങനെ ശ്രുതി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. എന്നാ ഇത് കേട്ട് ശ്യാമിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട്. അശ്വിൻ ഇന്ന് ശ്രുതിയോട് സ്നേഹം തുറന്നു പറയാനായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കിയത് ശ്യാം തന്നെയായിരിക്കും. അങ്ങനെ ശ്യാമും മനോരമയും സംസാരിക്കുന്നുണ്ട്. എൻ്റെ ആൻറ്റി, എനിക്കിപ്പോഴാ സമാധാനായത്. ഇനി ഒരിക്കലും ശ്രുതിയോട് അവൻ സ്നേഹമൊന്നും തുറന്നു പറയാൻ പോകുന്നില്ല. അവന് ആ മധുമിത പോയേനല്ലേ ഇത്രയും പ്രശ്നങ്ങൾ ഈ വീട്ടിലുണ്ടാക്കിയത്. അതുകൊണ്ട് അവൾ തിരിച്ചു വന്നാൽ ഉറപ്പായിട്ടും മധുവിൻ്റെ കൂടെ തന്നെ അശ്വിൻ പോവും. ഇത് കേട്ട് മനോരമ പറയുന്നുണ്ട്. എടാ, നീ ഇപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചത്. അന്ന് അവളും അവൾ അച്ഛനും അമ്മയും വന്ന വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് ഹോസ്പിറ്റലിൽ അവൾ ജീവനോടെ ഉണ്ടെന്നറിഞ്ഞ ഒറ്റ വ്യക്തി ഞാനാ. അത് എന്തിനാണെന്നറിയോ? എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. അങ്ങനെ അവൻ്റെ ജീവിതത്തിൽ അത്ര സന്തോഷം വേണ്ട എന്ന് കരുതിയിട്ടാ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. എല്ലാവരുടെ മുൻപിലും അവൾ മരിച്ചെന്നാ കരുതിയിരിക്കുന്നത്. എന്നാ ഹോസ്പിറ്റലിൽ വെച്ച് അവളെ മാനസികമായിട്ട് തകർത്തിയതും ഒക്കെ എൻ്റെ പ്ലാൻ തന്നെയാ. അവൾക്ക് മാറാ രോഗമാണെന്നും 2 വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നും ഒക്കെ ഞാൻ തന്നെയാ പൈസ കൊടുത്ത് ചെയ്യിച്ചത്. അതൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് നീ എന്തിനാ അവൾ ഇങ്ങോട്ട് തിരികെ കൊണ്ടുവന്നത്? അതെൻ്റെ ആൻറ്റി, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നമ്മളത് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തന്നെയാ പ്രശ്നം വരിക. ശ്രുതിയോട് സ്നേഹം തുറന്നു പറഞ്ഞ് അവർ നല്ല സന്തോഷത്തോടു കൂടി ജീവിക്കും. അത് ആൻറ്റിക്ക് കാണണോ? അതല്ല, എന്നാലും ഇപ്പം ചെയ്തത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻറ്റി ഒന്ന് ക്ഷമിക്ക്. ഇനി ഇവിടെ നടക്കാൻ പോകുന്നതേ യുദ്ധമായിരിക്കും. ശ്രുതി ഇനി ഒരിക്കലും അവനെ സ്നേഹിക്കാൻ പോകുന്നില്ല. പതിയെ പതിയെ അവൻ്റെ ജീവിതത്തിൽ നിന്ന് സഹിക്കാനാവാതെ അവൾ ഇറങ്ങിപ്പോവും. അല്ലെങ്കിലും നിനക്ക് അവൾ എങ്ങനെയെങ്കിലും ഇവിടെ വിട്ട് ഇറങ്ങിപ്പോകണമെന്ന് മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ ഉറക്കം പോയിട്ടേ ദിവസങ്ങളായി. ആൻറ്റി എന്തിനാ ഉറങ്ങാതിരിക്കുന്നേ? ആൻറ്റി നല്ല പോലെ ഉറങ്ങണം. എനിക്കാകെ ഒരു ലക്ഷ്യം ശ്രുതിയെയും അശ്വിനെയും പിരിക്കണമെന്ന് മാത്രം. പക്ഷേ ആൻറ്റിയുടെ ലക്ഷ്യം അങ്ങനെയല്ലല്ലോ. ആൻറ്റിക്ക് അശ്വിനെയും ശ്രുതിയെയും പിരിക്കണം. അത് പിന്നെ കോമൺ ആയിട്ടുള്ള നമ്മുടെ രണ്ടുപേരുടെയും പ്രശ്നം. കൂട്ടത്തിൽ അമ്മായിയമ്മയെ ഇല്ലാതാക്കണം, അഞ്ജലിയെയും കുഞ്ഞിനെയും നശിപ്പിക്കണം, പ്രീതിയെയും ആകാശിനെയും പിരിച്ച് ആകാശിൻ്റെ കല്യാണം നടത്തണം.
പിന്നെ സ്വത്തുക്കളെല്ലാം സ്വയം കയ്യിൽ വെക്കണം. എന്തൊക്കെ കാര്യങ്ങളാ. അതുകൊണ്ട് ആൻറ്റി നല്ലപോലെ ഉറങ്ങണം, എന്നാലേ ബ്രെയിൻ നല്ലപോലെ വർക്കാവൂ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? എടാ നീ ഒന്ന് പതുക്കെ പറ. ഓ പേടിയാവുന്നുണ്ടല്ലേ? ആ ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണതല്ലേ, അപ്പൊ പിന്നെ പച്ചവെള്ളം കണ്ടാലും എനിക്കിപ്പോൾ പേടിയാ. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാലേ എൻ്റെ കഷ്ടകാല. അതുകൊണ്ട് കുറച്ച് പതിയെ പറ. ഞാനെന്തായാലും പോവാ, നീ ഇതേ ആഘോഷിക്ക് എന്നും പറഞ്ഞ് മനോരമ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശ്യാമിന് വല്ലാത്ത സന്തോഷമായിരിക്കും. അശ്വിൻ അങ്ങനെ റൂമിൽ വന്ന് ശ്രുതിയുടെ കൃഷ്ണവിഗ്രഹത്തിന് മുൻപിൽ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, എന്തിനാ കൃഷ്ണ നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ? ഞാൻ ജീവന് തുല്യം സ്നേഹിച്ചതാ മധുവിനെ. അവൾ മരിച്ചെന്നാ കരുതിയത്. അവളിപ്പോ എൻ്റെ മുൻപിൽ ജീവനോടുകൂടി വന്ന് നിൽക്കുക. എനിക്കെന്നാ അവളോട് ഒരു തരത്തിലും സ്നേഹം തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ശ്രുതിയാ. എൻ്റെ മനസ്സ് നിറയെ അവളാ, അവളോടുള്ള സ്നേഹം മാത്രം. അതുകൊണ്ട് എനിക്ക് അവളോട് എല്ലാം തുറന്നു പറയണം. തനിയെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ശ്രുതി ഡോറ് തുറന്ന് റൂമിലോട്ട് വരുന്നത്. റൂം നല്ല പോലെ അലങ്കരിച്ച് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവച്ച് കാണും. ഇത് കാണുന്ന ശ്രുതി തെറ്റിദ്ധരിക്കുവാണ്. ഓ അശ്വിൻ സാറ് റൂമൊക്കെ നല്ല പോലെ അലങ്കരിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്കറിയാം മധുമിത ഇങ്ങോട്ട് വരുമെന്ന് മുൻകൂട്ടി അശ്വിൻ സാറിന് അറിയായിരുന്നു. അതുകൊണ്ടല്ലേ റൂമൊക്കെ അലങ്കരിച്ച് സമ്മാനങ്ങളൊക്കെ കൊണ്ടുവച്ചിരിക്കുന്നത്. പുറത്താവുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ, നന്നായിട്ടുണ്ട് അശ്വിൻ സാറേ, അടിപൊളിയായിട്ടുണ്ട്, റൂം കാണാനേ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ട് ശ്രുതി പറയുന്നുണ്ട്. എൻ്റെ ശ്രുതി നീ എന്തൊക്കെയാ പറയുന്നേ? ഇത് ഞാൻ അവൾക്കായിട്ട് ഒരുക്കിയതൊന്നുമല്ല. ഇത് വേണ്ട, മതി അശ്വിൻ സാറേ, ഞാനൊക്കെ തകർന്ന് നിൽക്കുക. വെറുതെ എന്നോട് അതും ഇതും പറയണ്ട. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ അവളെ ഇങ്ങോട്ട് വിളിക്കണമായിരിക്കും ഇതൊക്കെ കാണിക്കാനായിട്ട്, അല്ലേ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഏതായാലും 6 മാസം കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പോവും. അത് കഴിഞ്ഞാൽ അശ്വിൻ സാറിൻ്റെ ഇഷ്ടം പോലെ എന്ത് വേണേ ചെയ്യാം. അതുവരെ ഈ റൂമിലോട്ട് അവളെ കയറ്റരുത്. അധികം വേഗാതെ ഞാൻ ഇവിടുന്ന് പോവും. എത്രയും വേഗം ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നാ ഞാനിപ്പോൾ ആലോചിക്കുന്നേ. അശ്വിൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. ശ്രുതി ഞാൻ പറയുന്ന നീ ഒന്ന് കേൾക്ക്. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അശ്വിൻ സാറ് പറയുന്ന ഒന്നും എനിക്ക് കേൾക്കണ്ട. നിലത്ത് കിടക്കുന്ന ബലൂണെല്ലാം ചവിട്ടി പൊട്ടിക്കുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ കാരണം അവളോട് സംസാരിക്കാനും ഒന്നും പറ്റാത്തതുകൊണ്ടാണോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഇനിയിപ്പോൾ ദേഷ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. സ്ഥിരമായിട്ട് അവൾ ഇവിടെ തന്നെ കാണും. എന്നും അശ്വിൻ സാറിന് അവളെ കണ്ടുകൊണ്ടിരിക്കാം. അവളോട് ഞാൻ ഇവിടെ നിൽക്കാനായിട്ട് പറഞ്ഞത് ഇനി കുറച്ച് നാളുകളെ ഞാൻ അശ്വിൻ സാറിൻ്റെ കൂടെ ഉണ്ടാവൂ. അത് കഴിയുന്നത് വരെ അവൾ ഇവിടെ നിൽക്കട്ടെ എന്ന് കരുതിയിട്ടാ. അത് കഴിഞ്ഞാൽ നടന്ന കാര്യങ്ങളെല്ലാം മധുവിനോട് പറഞ്ഞ് നിങ്ങൾ നല്ല രീതിക്ക് ജീവിക്കണം. ശ്രുതി ഞാൻ പറയുന്നത് താനൊന്ന് കേൾക്ക്. താൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അവളെ ഞാൻ സ്നേഹിച്ചിരുന്നത് ശരിയാ, എന്നാ അതിനുശേഷം നീ എൻ്റെ ജീവിതത്തിലോട്ട് വന്നു. അതിനുശേഷം ഞാൻ എപ്പോഴോ നിന്നെ സ്നേഹിച്ചു പോയി. എന്നാ ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായത് ശരിയാ, പക്ഷേ ഇപ്പം ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്തിനെങ്ങനെ പച്ചക്കള്ളം പറയാൻ നിൽക്കുന്നേ? എനിക്ക് അശ്വിൻ സാറ് പറയുന്ന ഒന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് പോകുന്നുണ്ട്.